ഇയാളുടെ ജിത്തുവിന്റെ എത്രാമത്തെ ഭാര്യയാണ്? ഇയാൾക്ക് ശരിക്കും എത്ര ഭാര്യയുണ്ട്? ഇവന് ഭയങ്കര പേടിയുണ്ട് ഈ കുറെ ഭാര്യമാരുള്ള ഈ സിനാരിയോ കാരണം അവന് ശരിക്കും. നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ അല്ലെങ്കിൽ ലവേഴ്സ് ആണോ, നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, രണ്ടുപേർക്കും ഇനി ആരും കിട്ടില്ലേ എന്നുള്ളത്. ഫസ്റ്റ് വീഡിയോ കേറി അങ്ങ് കൊളുത്തി വണ്ടടിച്ച പോലെ ഇരുന്നു. വീണ് മോയില് ഫസ്റ്റ് വീഡിയോ അങ്ങനെയായിരുന്നു. നമ്മളെന്നെ ഇതെന്താ സംഭവിക്കുന്നത്, ഇതിന് നോട്ടിഫിക്കേഷൻസ് വരും. അതിനെല്ലാത്തിലും അടി കിട്ടാറുണ്ട്. എല്ലാ ഭാര്യമാരെയും അടിയായിരുന്നു വാങ്ങിയിട്ടുണ്ട്. അതും ചോദിച്ചു മേടിക്കുന്നത് സത്യത്തില്. കാരണം ഇവൻ പറയുന്നത് ആളുകൾക്ക് ഇഷ്ടം ഇവൻ വീഴ, ഇടിയിട്ട, കൈ പൊട്ട, കാല് പൊട്ട, ചാവുക, ഇതൊക്കെയാണ് സ്പോട്ടിൽ കിട്ടുന്ന ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ വേണം. ഇന്ന സമയത്തുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവും. പ്രസവ സമയത്ത് ഇങ്ങനെ വേദനയായിരിക്കും, ഇവർക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ആയിരിക്കും, നമുക്ക് കേട്ട് കഴിവുണ്ടല്ലോ. നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അവൻ പറയും അത് ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ ചെരിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, അങ്ങനെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. നല്ലവനായ ചെറുപ്പക്കാരനാണെന്നാണ് പുറത്തേക്ക് കാണിക്കുന്നത്, പക്ഷേ റിയാലിറ്റി ഈസ് നിങ്ങൾ റീലിൽ കാണുന്ന മണ്ടനില്ലേ അതാണ് ശരിക്കും ഇവൻ. പറ അതെങ്ങനെയാ നോക്കുന്നത് ചോദിച്ചത്. കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല, അതിന് തർക്കമില്ല. ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ആദ്യം ഒഴിവാക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹലോ നമസ്കാരം. ഇന്ന് കുറച്ചധികം ചിരി വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് എന്റെ ഒപ്പം ഉള്ളത് ഓൺ ദ റോക്സ് ടീമാണ്. സോ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമസ്കാരം, വണക്കം, ഹലോ, അലൻ, കൃഷ്ണ, ശ്വേത, ശ്രീലക്ഷ്മി. ഫൈനലി ഐ ഗോട്ട് ഇറ്റ് ഡിയർ. ബിക്കോസ് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കാണാണ്ട് പഠിക്കുകയായിരുന്നു ഇവരുടെ പേരുകളൊക്കെ. പിന്നെ ഇവരെ നമുക്ക് പരിചയമുള്ള പേരുകൾ പറയുകയാണെങ്കിൽ പൊന്നു, ചിഞ്ചു, പുഷ്പു. യെസ്, ഒന്നടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് ആദ്യം ചോദിച്ചു തുടങ്ങാം, കാരണം നമ്മളാണ് മൊയലാളി. അങ്ങനെ പറയാലോ. യെസ് അലൻ പറയൂ, ഓണത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കട്ടെ ആദ്യം. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു 2025? ഓണം അടിപൊളിയായിരുന്നു. നമ്മള് ഓണത്തിന് കുറച്ചധികം കണ്ടന്റ്, നമുക്ക് ഈ 10 ദിവസത്തെ ലീവിനാണ് കുറച്ചധികം കാര്യങ്ങൾ എടുത്തു തീർക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ മാക്സിമം നമ്മൾ ഓൺ ദ റോക്സിന്റെ കണ്ടന്റുകൾ ഷൂട്ട് ചെയ്തു. ഈ ഇത്തവണത്തെ ഓണം നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിരിക്കണം. കാരണം ഇതുവരെയുള്ള വർഷങ്ങളെ പോലെ അല്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ ആളുകളൊക്കെ അറിയുന്ന രീതിയിലേക്ക് കുറച്ച് ഫേമസ് ഒക്കെ ആയി കഴിഞ്ഞു ഇത്തവണത്തെ ഓണത്തിലേക്ക്. കള്ള കുറച്ചു നേരം മുന്നേ തന്നെ പറഞ്ഞത് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കഴിഞ്ഞ 4 മാസം കൊണ്ട് നമ്മൾ പോലും വിചാരിക്കാത്ത കുറെ കാര്യങ്ങളാണ് സംഭവിച്ചത്. അപ്പൊ കുറെ പേർക്കൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അറിയുന്നുണ്ട്. യെസ്, അപ്പോ തരുണിമണികളിലേക്ക് വന്നാൽ, ഭാര്യമാരിലേക്ക് വന്നാൽ, ഭർത്താവ് എങ്ങനെയുണ്ട്? ആരാ ആദ്യം തുടങ്ങുന്നത്? ആദ്യത്തെ ഭാര്യയിൽ നിന്നും തുടങ്ങാം. ശ്വേത, അതെ പറയൂ. ഞങ്ങളുടെ ഒരു തുടക്കം നല്ലൊരു തുടക്കമായിരുന്നു. നമുക്ക് പിന്നെ ചെറുപ്പം മുതലേ കുറച്ച് ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ആണോ, ഫ്രണ്ട്സ് ആയിരുന്നോ? അതെ. ശ്വേതന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ടീച്ചറാ. അത് ടീച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഇരുന്ന് സംസാരിക്കുന്ന അലൻ ഒരു വാദ്യാരാണ്. 3ാം ക്ലാസ്സിലെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അലൻ അത്ര വേണോ? അലൻ ലൈക്ക് ഫസ്റ്റ് ശ്വേതനെ തന്നെ ചൂസ് ചെയ്യാം എന്നുള്ളത് തോന്നിയത് എന്തുകൊണ്ടാ? നമ്മള് അഭിനയിക്കാനും ഇഷ്ടമാണ്. അല്ല, ഞങ്ങൾ കുറച്ച് ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ശ്വേതയുടെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ വർക്കുകളായിട്ട് പോകുന്നു. അപ്പൊ അഭിനയിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എന്റെ തന്നെ സുഹൃത്താണ് അശ്വാക് എന്ന് പറയുന്നത്. നമ്മളെ കോണ്ടന്റ് ഒക്കെ എഴുതുന്ന ആള്, ഷൂട്ട് ചെയ്യുന്ന, ഡയറക്റ്റ് ഒക്കെ ചെയ്യുന്ന ആളാണ് വാത്തി. അപ്പൊ കാണാം വാത്തി. അപ്പോ ആളും അധ്യാപകനാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഫ്രീ ടൈമിൽ നമ്മൾ എന്തെങ്കിലും പരിപാടികൾ ചെയ്തു തുടങ്ങാം, അല്ലെങ്കിൽ അഭിനയിക്കാൻ എന്തെങ്കിലും പരിപാടികൾ തുടങ്ങാം, അല്ലെങ്കിൽ കണ്ടന്റുകൾ ചെയ്തു തരാം. അവനാണെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. നമ്മൾ പിന്നെ അഭിനയിക്കാൻ അടിപൊളിയായതുകൊണ്ട് മാത്രം അറിയാൻ പാടുള്ളൂ. അപ്പോ അങ്ങനെ അറിയാൻ പാടുന്നല്ല, ചെയ്ത് പഠിക്കുന്നു. അപ്പൊ ഏറ്റവും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ശ്വേതയായിരുന്നു. അപ്പൊ ശ്വേത ചിഞ്ചു എന്ന വീട്ടിൽ നിന്ന് വിളിക്കാറുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒറിജിനൽ നെയിംസ് തന്നെയാണ് ഇതിനകത്ത് യൂസ്? ഒറിജിനൽ അവരുടെ വീട്ടിൽ എന്റെ പേരും ഇവന്റെ പേരും ഒറിജിനൽ ആണ് യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ വെച്ചാൽ വീട്ടിൽ വിളിക്കുന്ന പേര്. വീട്ടിൽ വിളിക്കുന്ന പേര്. യെസ്. ആൻഡ് ശ്വേത, തൃഷ്ണ പറയൂ. തൃഷ്ണയുടെ ഇപ്പോഴത്തെ ഭയങ്കര രസമുള്ള ഒരു റീൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ റീലും
നമ്മുടെ റീലാണ് ബോഡി ഷേമിങ്ങിനെ കുറിച്ചുള്ള അൾട്ടിമേറ്റ് റീലാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് വരാം. ആൻഡ് ബിഫോർ ദാറ്റ്, കൃഷ്ണ എങ്ങനെയാണ് നമ്മുടെ ഓൺ ദ റോക്സ് ടീമിലേക്ക് വരുന്നത്? ഞാൻ ആദ്യം പരിചയം അലനെയാണ്. ഞങ്ങൾ ഇതുപോലൊരു വർക്കിന്റെ ഇതില് പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ഓൾറെഡി ഡാൻസർ ആണ്, പിന്നെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് RLVയില്. BA സ്റ്റുഡന്റ് ആണ്. BA സ്റ്റുഡന്റ് ആണ്, ഫൈനൽ ഇയർ ആണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യാന്. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെ ഡാൻസിന്റെ വീഡിയോസ് മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അലൻ വിളിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നി, മീൻസ് നമുക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാണ്ട് മില്യൺ അടിക്കുന്നുള്ളതൊന്നുമില്ല, പക്ഷെ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അങ്ങനെ വീഡിയോസ് കയറിയതും. പിന്നെ എനിക്ക് ഇഷ്ടമായി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഉള്ള സമയം നോക്കിയിട്ട് ഇങ്ങനെ ക്ലാസ്സിന്നൊക്കെ എങ്ങനെ മുങ്ങും? ക്ലാസ്സില് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്, പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ടീച്ചിങ്ങും കൂടെ ഉണ്ട്. അപ്പോ എല്ലാ വീക്കെൻഡും വീട്ടിൽ പോകും. ഇത് ടീച്ചേഴ്സ് അല്ലാത്ത ആരും നിങ്ങൾ രണ്ടുപേരും ഉള്ളെന്ന് തോന്നുന്നല്ലേ? പഠിത്തമാണ്. പറയോ. അപ്പോ എല്ലാ വീക്കെൻഡും വീട്ടിൽ പോകും. ശനിയാഴ്ച ഒരു ദിവസം എന്റെ കാര്യങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പൊ ആ ശനിയാഴ്ചകളാണ് ഞങ്ങള് വീഡിയോസ് എടുക്കുന്നത്. പിന്നെ ഞായറാഴ്ച പിന്നെ എനിക്ക് ക്ലാസ് എടുക്കുന്നതും വരുന്നതും ഒക്കെ തിരിച്ചിങ്ങോട്ട് വരുന്നതൊക്കെ ആവുമ്പോ സമയം ഉണ്ടാവില്ല. അപ്പൊ കിട്ടുന്ന ദിവസം, അതുപോലെ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവുന്ന ദിവസം വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ അവൈലബിൾ ആവും. ആൻഡ് ഈ വീഡിയോ ചെയ്ത് ഫസ്റ്റ് ലൈക്ക് ഇപ്പം അലൻ എൻ്റെ അടുത്ത് നേരത്തെ നമ്മള് ഇന്റർവ്യൂവിന് മുന്നേ സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, ഇത് ചെയ്ത് തുടങ്ങണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, ആദ്യത്തെ റീൽ തന്നെ കയറി അങ്ങ് ഹിറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല എന്ന്. റൈറ്റ്. ആ ഫസ്റ്റ് വീഡിയോ കയറി അങ്ങ് കൊളുത്തി അത് ലൈക്ക് മില്യൺസ് വ്യൂസിലേക്ക് പോവാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഹൗ വാസ് യുവർ ഫീലിംഗ്? നല്ല വണ്ടർ അടിച്ച പോലെയായിരുന്നു. വീണ് മോയില് നമ്മളെന്നെ നെട്ടി, ഇതെന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ കേറുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് വരുന്നു, റിക്വസ്റ്റ് വരുന്നു, അപ്പൊ നമ്മളെന്നെ ആകെ നെട്ടിയിരിക്കുവായിരുന്നു. അതെ, ഒരു രാത്രി നമ്മളൊരു വൈകുന്നേരം വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു രാത്രി കൊണ്ടാണ് അത്യാവശ്യം വ്യൂസ് വരുന്നത്, ഒരുപാട് പേരുടെ കമന്റ് വരുന്നു. സന്തോഷമാണ്. പക്ഷെ അടുത്ത വീഡിയോ ഇതുപോലെ വർക്കാവുമെന്ന് ഒരു ധാരണയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 100+ അല്ലെ 180+ എന്തോ പോസ്റ്റുകൾ ആയിട്ടുണ്ട്. അത് അലന്റെ പേജിലാണോ അതോ? അല്ല, എന്റെ പേജിൽ മുമ്പ് ചെയ്ത വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഓൺ ദ റോക്സിന്റെ എനിക്ക് തോന്നുന്നത് ഒരു 33 വീഡിയോസ്. 33 വീഡിയോസ് ഓൾമോസ്റ്റ് ലൈക്ക് 5 months. ഓ മൈ ഗോഡ്. എല്ലാത്തിലും 100+ വ്യൂസ് ആണ്. എല്ലാത്തിലും എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാരും കൂടി കരിഞ്ഞു ഭാര്യമാരുടെ ഐശ്വര്യം. എന്റെ മോളെ കുട്ടിയിലേക്ക് ഞാൻ വരാനായിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. ബിക്കോസ് ഞാനിപ്പം പേജ് നോക്കുമ്പോ ആദ്യം കിടക്കുന്നത് നമ്മുടെ റീലാണ്. ഞാനാണ് അവസാനം വന്ന ഭാര്യ. ബോഡി ഷേവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പാവത്തിനിട്ട് അലക്കുന്നുണ്ട്. അതിനെല്ലാത്തിലും അടി കിട്ടാറുണ്ട്. എല്ലാ ഭാര്യമാരെയും അടിയായിരുന്നു വാങ്ങിയിട്ടുണ്ട്. അതും ചോദിച്ചു മേടിക്കുന്നത് സത്യത്തില്. കാരണം ഇവൻ പറയുന്നത് ആളുകൾക്ക് ഇഷ്ടം ഇവൻ വീഴ, ഇടിയിട്ട, കൈ പൊട്ട, കാല് പൊട്ട, ചാവ, ഇതൊക്കെ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അത് ഇന്റർവ്യൂല് കേട്ടതാണോ എന്ന് എനിക്കറിയില്ല. ശ്രീനിവാസൻ സാറിന്റെ ഒക്കെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവനവനെ തന്നെ കളിയാക്കിക്കൊണ്ട് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ആളുകൾ ഇത്രയും സ്വീകരിക്കുന്നതാണ്. ആ സെയിം സ്ട്രാറ്റജി ആണോ? കാരണം നമുക്ക് എന്താ വെച്ചാൽ വീഡിയോ ചെയ്യണം, വെറുതെ എന്തെങ്കിലും ചെയ്താൽ പോരാ എന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോമഡി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വലിച്ചെടുക്കുക അത് വേണ്ട. നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചു നോക്കാം എന്നുള്ളത് ഞാനും എഴുതുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായ ഡിസ്കഷൻ ആയിരുന്നു. ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചു നോക്കാന്നുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് അതിങ്ങനെ വർക്കായി പോകുന്നുണ്ട്. ഇതിനകത്ത് ആരും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ അടി നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന് എഴുതുമ്പോഴായിരിക്കും ഇതൊക്കെ വരിക. അല്ലാതെ ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ആ പ്രസവത്തിന്റെ ഒക്കെ സമയത്ത് വീഡിയോ എങ്ങനെയാണ് കറക്റ്റ് പിടിക്കാൻ പറ്റുന്നത്? പ്രസവ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതെ, ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അങ്ങനെ നമുക്ക് ആ സ്പോട്ടിലായിരുന്നു എല്ലാം. കുറെ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്പോട്ട്, നമുക്ക് കോമഡി ഒക്കെ ആണെങ്കിൽ സ്പോട്ടിൽ കിട്ടുന്ന ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. നമ്മളൊരു ഇതുണ്ടാക്കി വെക്കും, ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ വേണം, അങ്ങനെ ഒരു ബ്രീഫ് നമ്മൾ ഉണ്ടാക്കി വെക്കും. പിന്നെ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയ എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ചില പ്രോപ്പർട്ടീസ് കിട്ടും, അവിടെ നിന്ന് കിട്ടുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതുപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം,
എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. ആ, improvise ചെയ്താല് റെഫറൻസ് നമ്മൾ ഓൾറെഡി അറിയാലോ, പ്രസവ സമയത്ത് ഇങ്ങനെ വേദനയായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ആയിരിക്കും, നമുക്ക് കേട്ട് കേൾവിയുണ്ടല്ലോ. അലൻ ഞെട്ടി. കേട്ട് കേൾവിയുണ്ടല്ലോ. എനിക്ക് തോന്നുന്ന കാര്യം അലന്റെ കൂടെ അങ്ങനെ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ സത്യം. അലന്റെ കൂടെ മര്യാദക്ക് നിക്കാൻ പറ്റില്ല. പറ്റില്ല. അതാണ്. 3 പേരെ കൊണ്ടും ഇത് ഈ അടിപിടി, ഈ തലേനെടുത്ത് എറിയൽ, പാത്രം എടുത്ത് പൊട്ടിക്കൽ, അങ്ങനെ മാത്രം അലന്റെ കൂടെ നിൽക്കാൻ പറ്റൂ. അത് സ്ക്രീനിന്റെ ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. കുട്ടിക്കാണ് അലന് നന്നായിട്ട് അറിയാം. അതെ, കഴിഞ്ഞ നല്ലപോലെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. നന്നായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അലന് നല്ല തിയേറ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പം, അതായത് ഇപ്പൊ സ്ക്രീനിൽ ഒരു സാധനം ചെയ്ത് കാണിക്കുന്നതും സ്റ്റേജിൽ ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സ്റ്റേജിൽ ചെയ്യുമ്പോൾ അവസാനം ഇരിക്കുന്ന ആൾക്ക് വരെ നിങ്ങൾ ചെയ്യണത് കിട്ടണം. അങ്ങനെ ഓടുന്നു പട്ടിക്ക് ഒഴുമഴ മുമ്പേ എന്ന് പറയുന്ന സ്റ്റൈലാണ് അലന്റെ. മുഴം അക്ഷരസ്ഫുടം. അപ്പം ഇപ്പൊ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അവൻ പറയും അത് ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ ചെരിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്തൊരു സാധനം അലൻ പറയുന്ന രീതിക്ക് ഇപ്പൊ ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയില്ല, അവരൊരു കുത്തോ കോമയോ ഇടുമ്പോഴേക്ക് സാധനത്തിന്റെ അർത്ഥം മുഴുവൻ മാറിപ്പോ. എക്സാക്ട്ലി. അങ്ങനെ ഒരു സാധനം ഉണ്ട് അലന്. അത് എനിക്ക് തോന്നുന്നത് തിയേറ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അത് നന്നായിട്ട് ഉപകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു. ഈ നല്ലപോലെ ഒരു ചായയും ഓക്കെ, പപ്സും. ചായ പിടിച്ചേരാം. തിയേറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളൊരു സിനിമയില് അല്ലേ മുഖം കാണിച്ചിട്ടുണ്ട്. സുലേഖ മനസ്സിൽ ചെറിയൊരു പരിപാടി, ചെറിയൊരു പരിപാടിയോ? ഒരു അജു എന്ന് പറയുന്ന ചെറിയ ക്യാരക്ടറാണ്. പക്ഷെ പടത്തിൽ എവിടെയും പേര് വിളിച്ചിട്ടില്ല. പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, എഡീസ് ആണെങ്കിലും അസോസിയേറ്റ്സ് ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. നമ്മൾ മലപ്പുറം അവിടേക്കുള്ള ആൾക്കാരാണ്. അഷ്റഫ് ഖാന്റെ പടമായിരുന്നു. അപ്പൊ അതില് ചെറിയൊരു പരിപാടി അങ്ങനെ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് അല്ലേ? അത് കഴിഞ്ഞ് നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞ സ്കൂളിൽ ജോയിൻ ചെയ്ത്, എന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സ്കൂളും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എന്തെങ്കിലും ചെയ്യണം, നമുക്ക് വേറെ ഒന്നുമില്ല, വേറെ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അഭിനയിക്കാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഞാൻ കുറെ ഓഡീഷൻസിനൊക്കെ പോയി നോക്കി, ഒന്നും വന്നിട്ട് വർക്കായില്ല. അപ്പൊ പിന്നെ നമുക്ക് അവരെ സ്വന്തം പരിപാടി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും അശോകും കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് അത് മാനേജ് ചെയ്തു. ഈ നിങ്ങള് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തെ ഞാനിപ്പം ഓൺ ദ റോക്സിന്റെ പേജിൽ നോക്കുമ്പോ കുറേ ഭാര്യമാരുണ്ട്, കുറേ ഭാര്യമാര് വന്നു പോയിട്ടുണ്ട്. ഭാഗ്യം തന്നെയാണ് കേട്ടോ, അത് വേറെ കാര്യം. ഈ കുറേ ഭാര്യമാര് വന്നു പോയിട്ടുണ്ട്. അതില് പലരും ഇപ്പോ ഇല്ല, കറന്റ്ലി വീഡിയോയിൽ കാണുന്നില്ല. അപ്പൊ ഇവരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇന്നത് ഇവർക്ക് എന്ന് എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത്? പറ. അതാണ് അറിയേണ്ടത്. അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെയൊന്നുമില്ല, കണ്ടന്റ് എഴുതിയിട്ട് നമ്മള് ആ കണ്ടന്റ് പറ്റിയ ആർട്ടിസ്റ്റ് ആരാ നോക്കും. അതെങ്ങനെയാ നോക്കുന്നത് ചോദിച്ചത്. നോക്കുന്നതെന്നാണ് അറിയുന്നത്. അത് അങ്ങനെയൊന്നുമില്ല, അതിങ്ങനെ ഒരു ഒഴുക്കിന്റെ രീതിയിൽ അങ്ങോട്ട് നടന്നു പോകുന്ന ഒരു പരിപാടിയാണ്. അവൈലബിലിറ്റി ഓഫ് ടൈം. അതെ, പിന്നെ ഇവരൊക്കെ ഭയങ്കര തിരക്കുള്ള ആർട്ടിസ്റ്റുകളായി മാറി. രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ എഴുതുന്നത് ചിഞ്ചുവിന് അത്യാവശ്യം വർക്കുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ആൾക്കും വർക്കുകൾ കിട്ടി തുടങ്ങി. പിന്നെ വിളിച്ചാൽ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഭാര്യയെ വിളിച്ചിട്ട്, സ്വന്തമായിട്ട് ഭാര്യ ഇല്ലാത്തോണ്ട് പെട്ടെന്ന് പണി പഠിപ്പിച്ച തന്തകളും തച്ചനല്ല. ഇനിയിപ്പോ അടുത്തെങ്ങാനും പെട്ടെന്ന് കല്യാണം കഴിക്കുകയാണെങ്കിൽ സ്വന്തമായ ഒരു ഭാര്യയെ കിട്ടിയാൽ ഇവരെയൊക്കെ ഒഴിവാക്കുമോ? അതോ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല, അതിന് തർക്കമില്ല. ഞാൻ സമ്മതിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ആദ്യ ഭാര്യ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ അസോസിയേഷൻ രൂപീകരിക്കും. ഭാര്യയാവാൻ വരുന്ന കുട്ടി ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇവര് 3 പേര് മാത്രമല്ല കേട്ടോ, കുറച്ച് പേരുണ്ട് പുറകിലുണ്ട്. ആയിരിക്കണം. എല്ലാ ഭാര്യമാർക്കും അലൻ ഡിഫറെന്റ് ഹസ്ബൻഡ്സ് ആണെന്നുള്ളത് ആണ്. എല്ലാ ഭാര്യമാർക്കും അവർക്ക് കുറച്ച് കഥകൾ പറയാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ വീൽ സ്റ്റാർട്ട് വിത്ത് പുഷ്പു. പറയൂ, പുഷ്പുവിന്റെ ഹസ്ബൻഡ് എങ്ങനെയുള്ള ഹസ്ബൻഡാണ്? ഞാൻ ഈ ലിസ്റ്റിൽ ഇപ്പൊ അവസാനമുള്ള ആളാണ്. ഞാനാണ് അവസാനത്തെ ആളെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറകെ ഭാര്യമാരുടെ ഭയങ്കര വിഷമമുള്ള പോലെ ഉണ്ടല്ലോ ഈ അവസാനത്തെ തൊട്ട് പറയുന്നത്. ഞാൻ അവസാനത്തെ വരികയാണ്. അലനെ സംബന്ധിച്ചിടത്തോളം ഇനിയും വരാനുണ്ട് മക്കളെ. ഇപ്പൊ ഉള്ളതിൽ അവസാനത്തെ. പിന്നെ അലൻ ഈ ജിത്വേട്ടൻ ഭയങ്കര ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആത്മവിശ്വാസമൊക്കെ ഉള്ളതിനെ പറ്റി നല്ല അറിവൊക്കെ ഉള്ള ഗൗരവമുള്ള ഒരു നല്ലവനായ ചെറുപ്പക്കാരനാണെന്നാണ് പുറത്തേക്ക് കാണിക്കുന്നത്. പക്ഷേ ഇത് റിയാലിറ്റി ഈസ്, നിങ്ങൾ റീലിൽ കാണുന്ന മണ്ടനില്ലേ, അതാണ് ശരിക്കും ഇവൻ. ആണല്ലേ? റിയാലിറ്റി അതന്നെ ട്രിവാൻഡ്രം ലോഡ്ജിൽ പറയൂലേ, അതായത് ഈ പൈസ മാത്രം മതിയോ, പോരാ നല്ല മണ്ടത്തരം വേണം, അത് ആവശ്യത്തിനുണ്ട്. ഇപ്പോ ഇവരൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഇവരുടെയൊക്കെ ലെവലിലേക്കൊക്കെ നിൽക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാണ് ഇവൻ രക്ഷപ്പെട്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ. അലൻ എങ്ങനെയുള്ള ഭാര്യയാണ് ഈ അവസാനം വന്ന പുഷ്പു? അവസാനത്തെ ഭാര്യയാണ്. അല്ലെ, പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ബാക്കി കുറച്ചു പേരുടെ പേര് എന്ന് പറയുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള പേരാണ്.
പുഷ്പ കുറച്ച് അതെ, പുഷ്പു ആദ്യം എന്നോട് പറഞ്ഞ പേര് ദമയന്തി എന്നായിരുന്നു. ദമയന്തി. ആ. അപ്പൊ അതിൽ നല്ലത് പുഷ്പു എന്നാണ്. വാട്സപ്പിലുണ്ട് കുറച്ച് ഞാൻ പേരുകൾ ഒന്നല്ല അയച്ചു. 14 പേര് ഇവനും അയച്ചു കൊടുത്തു. അതൊന്നും ഇവ എടുത്തില്ല. എന്നിട്ട് അവസാനം ഇവൻ കൊണ്ടുവന്നു. മലയാളത്തിൽ കുറച്ച് അധികം പരിജ്ഞാനം ഉള്ളതുകൊണ്ട് തന്നെ ദമയന്തി അത്തരം പേരുകളൊക്കെ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നു. കുറച്ചും കൂടി വിളിക്കാൻ സുഖം പുഷ്പു. അതെ, കേൾക്കാനും സുഖമാണ്. ഒരു സ്നേഹം ഉണ്ടല്ലോ. അതെ 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 അതെ. അതെ, ഇവൻ പറഞ്ഞ വേറെ ചില പേരൊക്കെ വെച്ച് നോക്കുമ്പോ പുഷ്പു ഭയങ്കര നല്ലതാ. വേണ്ട. ഒരു സമയം പറയാൻ പറ്റാത്ത പേരുകൾ. അതായിരിക്കും കൂടുതൽ. Alright, and what about you, Shweta? ഓക്കെ, പിന്നെ എന്റെ പേര് പിന്നെ ഞങ്ങൾ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരായതുകൊണ്ട് ഇവൻ എന്നെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് ചെറുപ്പം മുതലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് പേരിന്റെ കാര്യത്തിൽ പേര് വിട്ടേക്ക്. എങ്ങനെ confusion ഇത് ഇല്ല. തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ളത് മനസ്സിലായി. അതെ. ആദ്യത്തെ കോണ്ടന്റുകളെല്ലാം ഈ അടി വഴക്ക് സാധനങ്ങൾ തന്നെയാണ് എല്ലാം പിടിക്കുന്നത്. ഒരു വീഡിയോ നമ്മൾ സരോവരത്തെ ട്രോളിംഗ് കൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ. അതായിരുന്നു നമ്മുടെ ഭയങ്കരമായിട്ട് ഫസ്റ്റ് അടിക്കുന്ന വീഡിയോ. അതായിരുന്നു റീച്ച് കിട്ടിയ വീഡിയോ തന്നെ അതാണ്. അതെ. അപ്പൊ നമ്മള് കപ്പിൾസ് ആയിരുന്നു അന്ന് മുതലേ. അപ്പൊ അല്ല, അഭിനയിക്കാൻ couples ആയിരുന്നു. അഭിനയിക്കുന്നതൊക്കെ അപ്പൊ മുതലേ ഞങ്ങൾ അതെ, കപ്പിളായിരുന്നു. സ്നേഹം ചെറുപ്പം തൊട്ടുള്ള. ഇവന് ഭയങ്കര പേടിയുണ്ട്. ഈ കുറെ ഭാര്യമാരുള്ള ഈ സിനാരിയോ കാരണം ഇവന് ശരിക്കും അല്ല, നമ്മുടെ വീഡിയോസ് വരുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ആണോ? അതെ. അതായത് പേരിന് എന്തെങ്കിലും ഇപ്പറേ ചേർക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ടോ? നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ അല്ലെങ്കിൽ ലവേഴ്സ് ആണോ, നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 2 പേർക്ക് ഇനി ആരും കിട്ടില്ലേ എന്നുള്ളത്. അതിനുശേഷം ഒരു ഭാര്യയായി, 2 ഭാര്യയായി, 3 ഭാര്യയായി. തീരുമാനമായി. ഇപ്പൊ നമ്മൾ കമന്റ്സ് ഒക്കെ തന്നെ ഇയാളുടെ ജിത്തുവേട്ടന്റെ എത്രാമത്തെ ഭാര്യയാണ്, ഇയാൾക്ക് ശരിക്കും എത്ര ഭാര്യയുണ്ട്, ഇയാളുടെ എന്താണ്, അങ്ങനെ കുറെ കമന്റുകൾ. അതെ, രസമുള്ള കമന്റ്സ് വായിച്ചതിൽ തുടക്കം തൊട്ട് ഇപ്പൊ വരയ്ക്കും രസമുള്ള ഒരു കമന്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുന്ന കമന്റ് ഏതാ? അങ്ങനെ കൃത്യമായിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് വീഡിയോസിലൊക്കെ വരുന്ന കമന്റുകൾ രസമാണ്. കോമൺ കമന്റുകളാണ് എല്ലാം. ഭാര്യ ഏതാണ്, ശരിക്കുള്ള ഭാര്യ ഏതാണ്, ഇതാണോ ഭാര്യ, ഇയാൾക്ക് എത്ര ഭാര്യമാരുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ കമന്റുകൾ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് കമന്റുകൾ ഉണ്ട്. ചില വീഡിയോസിന്റെ ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും നമ്മളിപ്പോൾ നോട്ട് ചെയ്യാത്തത് അവര് നോട്ട് ചെയ്ത് ചിലപ്പോ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കോ ഗർഭിണിയുടെ വീഡിയോയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമ്മളൊരു സാധനം മേടിച്ചു കൊടുക്കുമ്പോ, ബിരിയാണി കൊടുക്കുമ്പോ, ബിരിയാണി വേണ്ട ഐസ്ക്രീം മതി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അത് ഒരുപാട് പേര് എനിക്ക് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ആളുമായിട്ട് ചെയ്ത ആങ്സൈറ്റി വീഡിയോ അല്ലേ? ആങ്സൈറ്റി വീഡിയോ ആക്ച്വലി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും നമ്മൾക്ക് പരിചയമുള്ള കുറെ ആളുകളൊക്കെ ഇങ്ങനെ തന്നെയാ. ഇതിപ്പോ ഒരു ഡ്രസ്സ് പോരാ, അവരെത്ര കോൺഫിഡൻസോട് കൂടി ഇറങ്ങിയാലും ഇത് വേണോ എന്നൊരു സംശയം മതി, അപ്പൊ തന്നെ പ്രശ്നമായി. പോയി തിരിച്ചു പോകുന്നു, മാറുന്നു. ആൻഡ് യു ഡിഡ് ഇറ്റ് റിയലി ഗുഡ്. ആൻഡ് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആങ്സൈറ്റി വീഡിയോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴേ പൊതുവെ ട്രോള് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. റൈറ്റ്. അപ്പോൾ കാരണം ഇത് പലരും ഗോ ത്രൂ ചെയ്യുന്ന സിനാരിയോ ആണ് നിങ്ങൾ ഈ എടുത്ത് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള ഫാമിലിയിലെ കോണ്ടന്റ് പോലെയല്ല ഇത്. ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ഡബിൾ മൈൻഡോ അങ്ങനെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളിത് സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടില്ല എന്നാണോ? അങ്ങനെയല്ല, ഒരു എന്താ പെട്ടെന്നുണ്ടായ ഒരു കണ്ടന്റ് അത്. അതായത് ഒരു വീഡിയോ ഒരു കൊളാബ് ചെയ്യാൻ വന്ന സമയത്ത് നേരെ ഇല്ലാത്തത് കൊണ്ടൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. അതെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ചെയ്ത് വെക്കാം എന്നുള്ള രീതിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം എടുക്കുമെന്ന് വെച്ചപ്പോ പെട്ടെന്ന് വന്നൊരു സാധനം. സത്യം പറഞ്ഞാൽ അത് എടുക്കണമെന്നല്ല, വേറെ എന്തോ ഒരു കണ്ടന്റ് എടുക്കണമെന്ന് വെച്ചപ്പോ ആൻസൈറ്റി പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ ആരോടൊക്കെ ചോദിക്കും, ആരോടൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചിട്ടാണ്. കാരണം ഇതിന് കണക്ട് ചെയ്യും വേണം, പക്ഷെ എന്നാ അതിനായിട്ട് ഇതിങ്ങനെയല്ല, ഇതിന്റെ വേർഷൻ ഇങ്ങനെയല്ല എന്ന് ആരും പറയുകയും ചെയ്യരുത്. അങ്ങനെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സാധനം വരരുതെന്ന് വെച്ചിട്ട് സൂക്ഷിച്ച് ചെയ്തൊരു സാധനമാണത്. പിന്നെ അതിലെ ഡയലോഗ്സ് എല്ലാം പെട്ടെന്ന് സ്പോട്ടിലുണ്ടായിരുന്നത്. അതിങ്ങനെ കണക്ട് ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഇത് നിങ്ങൾ ഈ ഇംപ്രവൈസ് ചെയ്യുമെന്ന് പറയുമ്പോഴും ഒബ്വിയസ്ലി റൈറ്ററിന്റെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്നല്ല നിങ്ങൾ ഇംപ്രവൈസ് ചെയ്യുന്നത്. ഈ ഇംപ്രവൈസ് ചെയ്ത സാധനങ്ങളെ കേട്ടിട്ട് ചിരിച്ച് കുറെ സമയം കഴിഞ്ഞിട്ട് ടേക്ക് പോകേണ്ടൊക്കെ സിനാരിയോസ് അവസാനത്തെ ഭാര്യയാകുമ്പോ തുപ്പ. ഞാൻ അവസാനം വന്നേ, എനിക്കിതൊക്കെ പറ്റും. അങ്ങനെ അവസാനം പലരും ഇവിടെ ഉണ്ടെന്ന്. അല്ല, ഞാൻ സത്യത്തില് അലൻ ഫെലിക്സ് എന്ന് പറയുന്ന ഒരാളാണ് ഇതെന്ന് അറിയാതെയാണ് ഇവന്റെ. ഞാൻ ശ്വേതനെ എനിക്ക് നേരത്തെ അറിയാം, ശ്വേതയുടെ പേജിലാണ് ഇത് കണ്ടു തുടങ്ങുന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ട് അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ആളെ മനസ്സിലായി, അങ്ങനെ എങ്ങനെയാണ് വന്നത്. അപ്പൊ ഞാൻ ഇവന്റെ ഏറ്റവും അവസാനത്തെ പോസ്റ്റ് തൊട്ട് മേപ്പോട്ടുള്ള എല്ലാ സാധനങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവനെ ട്രോളുന്നതേ ഇവന്റെ
ഈ ഡയലോഗ്സ് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ പുതിയൊരു സാധനം ഷൂട്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇടുമ്പോൾ ഇവന്റെ മുഖത്താണ് ഭാവങ്ങൾ മിന്നി പറഞ്ഞു. ഇവനെ കാണുന്നില്ല. ഇവന്റെ സജഷനിൽ ഇങ്ങോട്ടൊരു സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ തുപ്പിപ്പോകും. വേറെ വഴിയില്ല. അമ്മാതിരത്തെ ഭാവങ്ങളൊക്കെ ആ കാര്യത്തിൽ ആദ്യ ഭാര്യയാണ് കുറച്ചും കൂടെ തുപ്പാറില്ല. അതിപ്പോ പിന്നെ അത് ഞാൻ കണ്ടിരുന്നു. അടിക്കാറേ ഉള്ളൂ ഞാൻ. അടിക്കുക അങ്ങനത്തെ പരിപാടികളാണ്. അത് ശരിക്കൊക്കെ വിചാരിക്കും ഞങ്ങള് നല്ലപോലെ കൊടുക്കണോന്ന്. പക്ഷെ ഞങ്ങളോട് ഡയറക്ടർ പറയും വേണ്ട, അഭിനയിച്ചാൽ മതി. നിങ്ങൾക്ക് എന്താണ് പക്ഷെ കിട്ടിയ അവസരം ഞങ്ങൾ മുതലാക്കും. അതാ മുതലാക്കിയ അവസരം എനിക്കൊന്ന് എല്ലാവർക്കും അടിക്കാനും ഭാഗ്യമുണ്ടായിരുന്നു. പേരിൽ നിന്ന് ഏറ്റവും കൂടുതൽ കഠോരമായി അടിയും ചവിട്ടും കുത്തും കിട്ടിയേക്കണ ആരുടെ അടുത്തുനിന്നാ? ആദ്യ ഭാര്യയാണ്. അതിലൂടെ മനസ്സിലാക്കി ഇനി എല്ലാ ഭയത്തിലൊക്കെ അങ്ങനെ പോയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും മനസ്സിലായി. എനിക്ക് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല അടിക്കാനായിട്ട്. തുപ്പിയല്ലോ. ഞാൻ തുപ്പി. എനിക്ക് പിന്നെ ഇവനെ അറിയുന്നത് കൊണ്ട് ഇനിയിപ്പോ ഇവനെ അടിച്ചാലും കൊന്നാലും കുഴപ്പമില്ലാത്ത ലെവലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എന്നെ തുപ്പുക ഈ ഇല്ല ഇതൊന്നും തിരിച്ചാവണം. എന്റെ തിരിച്ചായ പ്രശ്നമാണ്. എന്നാലും നിർത്തുവോ? അതില്ലല്ലോ. എന്താണ് അടി കിട്ടിയാലും നിർത്തത്തില്ലല്ലോ. നമ്മുടെ സ്വഭാവം മാറുന്നില്ലല്ലോ. അതങ്ങനെയല്ല. ആരുടെ കൂടെ ഏറ്റവും കൂടുതൽ ടേക്കുകൾ പോകുന്ന ആരുടെ കൂടെയല്ല? ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എന്നാലും ഓരോ ആസ്പെക്ടിൽ ഓരോരുത്തരായിരിക്കും തോന്നുന്നു. ആണോ? റൊമാൻസ് വലിയ നന്നായിട്ട് ചെയ്യണത് ആരാ? അതൊന്ന് പറഞ്ഞേ. റൊമാൻസ് എന്നെ നോക്കൂ, എന്നെ നമ്മളിത് കഴിഞ്ഞിട്ട് കാണണം. പറ, റൊമാൻസ് ഗംഭീരായിട്ട് ചെയ്യണം. റൊമാൻസ് ആരപ്പ ചെയ്തു? ഞാൻ അടി വാങ്ങി റൊമാൻസ് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കൂടുതൽ സരോവരത്തിന്റെ നമ്മൾ കപ്പിൾ. ഞാനൊരു പരിപാടി അടിച്ചു. അത് ചിഞ്ചുവിന്റെ കൂടെ ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് റൊമാൻസ് ഇറക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളോട് സ്നേഹമില്ല. അലന്റെ ഒരു കഷ്ടപ്പാട് ചെയ്തതേ. എത്ര പേരെ ഒന്ന് നയത്തിൽ കൊണ്ടുപോയാലാണ് അല്ലെ? പറ, ഏറ്റവും കൂടുതൽ ടേക്കുകൾ പോകുന്ന ആരാണ്? ടേക്കുകള് വീഡിയോയുടെ പരിപാടി അനുസരിച്ചിരിക്കും. ചില വീഡിയോസ് ഒക്കെ ചില ഡയലോഗുകളൊക്കെ ഭയങ്കര സ്പീഡായിരിക്കും. ഭയങ്കര സ്പീഡിൽ ഡയലോഗ് പറയേണ്ട കേസുകൾ ഉണ്ടാവും. അപ്പോ ആരായാലും ഞാനടക്കം എനിക്കും ഒരുപാട് ടേക്കുകൾ പോകും. അത് ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കുന്നത് ഇവന് വേണ്ടിയിട്ടാണ്. സത്യം പറയുമ്പോ എടാ മാന്യ, എനിക്കും പോവാറുണ്ട്, ഇവരെ പോവാറുള്ളൂ. ടേക്കുകൾ പോകും. കാരണം നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. തലേ ദിവസം തന്നെ ഇങ്ങനെ ദിവസം പരിപാടി വേണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളാണോ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുന്ന ആള്? ഞാനും ഇതിന്റെ റൈറ്ററും കൂടിയാണ്. നമ്മള് എഴുതി നമ്മൾ തന്നെ ചിരിക്കും. ചിരിച്ച് വർക്കായാൽ സംഭവം ഓക്കെയാണ്. ഇവ എന്നോട് ഒരു ദിവസം പറഞ്ഞതാ, ഇത് നിനക്ക് ഓക്കെ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ അടിപൊളി, ലോക്കേഴ്സിന് ഓക്കെ എന്നോട്. അതേപോലെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ആ സംഭവം ചെയ്യുമ്പോ ഓക്കെ ആയിരിക്കും. ഓക്കെ ആണ്. ഇതുവരെ ഇത് നിങ്ങൾ രണ്ടുപേരും മാത്രം ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ആ ഒരു ലാസ്റ്റ് ഡിസ്കഷനിൽ ഇവരൊക്കെ വരാറുണ്ടോ? അങ്ങനെയല്ല. നമ്മൾ ആദ്യം റൈറ്ററും ഞാനും കൂടി ഒരു പരിപാടി എഴുതി. അത് എഴുതി നമ്മളൊന്ന് ലോക്കായ ശേഷം ആരാണോ അഭിനയിക്കുന്നത് അവരെ വിളിക്കും, അവരോട് ഒരു കാര്യം സംസാരിക്കും. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കാറില്ല. കാരണം വൺ പ്ലാൻ ചെയ്യൂലേ രാത്രി ഇരുന്നിട്ട്. രാത്രി ഞങ്ങൾ ഇങ്ങനെ അഭിനയിക്കണം, ഇതിങ്ങനെ ഏറ്റവും നന്നായി അഭിനയിക്കുന്ന ഇവനായിരിക്കണം. അതിൽ കൂടുതൽ ഐഡിയ നമുക്ക് രൂപീകരിക്കാനുള്ള സമയം കിട്ടരുത്. അതിനു വേണ്ടി പറയല്ല. അതിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. സ്നേഹം കൂടിയതിന്റെ കുറച്ച് കുറവുണ്ട്. ഏറ്റവും ലൈക്ക് ആസ് എൻ കോ ആർട്ടിസ്റ്റ് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ? ഇഷ്ടമുള്ളത് ഒബ്വിയസ്ലി ഉണ്ടാവും കുറെ, അല്ലേ? ഒരു ഇഷ്ടമില്ലാത്ത, എന്റെ പൊന്നല്ല ഇതൊന്ന് മാറ്റാൻ പറയാൻ നിങ്ങൾ നേരെ പറയാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരാണ്. അവസാനം വന്ന ഭാര്യക്ക് എന്തൊക്കെയോ വന്നപ്പോ തൊട്ട് കൈ വെക്കുന്നതാ. പറ മോളെ, നീ പറ, നിന്റെ മനസ്സ് തുറക്ക്. ഈ ഒരു സാധനം ചെയ്തോണ്ടിരിക്കുമ്പം അത് വിചാരിച്ച പോലെ വർക്ക് ആവുന്നില്ല എന്നൊരു തോന്നലാണേ. ചിലപ്പോ അത് മില്യൺ വ്യൂ ഒക്കെ കിട്ടും ചിലപ്പോ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാലും ടെൻസ്ഡ് ആവും ചെയ്തോണ്ടിരിക്കുമ്പോ. അതായത് ഇപ്പൊ കോമഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത് വർക്കാക്കി എടുക്കാന്ന് പറയുന്നത് അതൊരു ടെൻഷൻ തന്നെയാണ്. പിന്നെ മാത്രമല്ല ഇപ്പൊ എല്ലാ വീഡിയോയും ഇങ്ങനെ മില്യൺ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീഡിയോ എന്നുള്ളത് വലിയൊരു ടെൻഷൻ തന്നെയാണ്. അപ്പൊ ഈ സാധനം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവനിങ്ങനെ പുകയൊക്കെ വരും തലേന്ന്. പിന്നെ ഇങ്ങനെ നടക്കണ്ടാവും. സത്യത്തില് എനിക്ക് അത്ഭുതം തോന്നും. വെള്ളോട്ടപ്പോക്ക്. അതായത് ഇവൻ അശ്വാക്കിന്റെ അടുത്ത് പോയിട്ട് ഇത് ശരിയാവോ ഈ ടെൻഷനാ. അവനോട് പറയും, ഞാൻ അവനോട് പോയിട്ട് ചോദിക്കുക വർക്കാവൂലേ, സാധനം വർക്കാവൂലേ. അത് നമ്മള് ഒരു 10 പ്രാവശ്യങ്ങൾ അവനോട് പറയണം, കുഴപ്പമില്ല ഇത് ഓക്കെയാണ്. അപ്പൊ അവിടെ പോയിട്ട് ടെൻഷൻ അടിച്ച് അങ്ങ് മരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇവൻ അഭിനയിക്കുന്നതാണ് ഈ കോമഡി.
അപ്പൊ ഈ റീലിന്റെ ഔട്ട് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിന്റെ പുറകിൽ ഇവൻ എന്താ ചെയ്തിരുന്നത്. അവിടെ പോയിട്ട് ഇങ്ങനെ വിറച്ചോണ്ട് വന്ന് ചെയ്ത സാധനമാണ്. പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ നല്ലോണം നന്നാവും. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ചെറുതായിട്ട് പാളാൻ സാധ്യതയുള്ള വീഡിയോ എടുക്കുമ്പോ തന്നെ അലന് മനസ്സിലാവും ഇതൊരു 100, ഇതൊരു 100, ഇതൊരു 450, ഇതൊരു 560. ലൈക് വ്യൂസിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുമ്പോ ആ പ്രോസസ് എൻജോയ് ചെയ്യോ അലൻ? അത് അങ്ങനെയല്ല, വ്യൂസ് അല്ല. നമ്മളൊരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അത് രസമായിട്ട് ഷൂട്ട് ചെയ്യുക. ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്താ വെച്ചാൽ അഭിനയിക്കാൻ ഒരു സാധ്യതയുണ്ട്, അവിടെ നന്നായിട്ട് അഭിനയിക്കുക. ഇത് ആരെങ്കിലും ഒക്കെ കണ്ടാൽ എന്തെങ്കിലും അവസരം എവിടെന്നെങ്കിലും ഒന്ന് കിട്ടുക, ഇതാണ് ഉദ്ദേശം. പാവം ഞങ്ങളുടെ കുട്ടിക്ക് ആരെങ്കിലും ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അലന്നെ മാത്രം ഞങ്ങളെ കൂടി കാണും. ഭാര്യമാരും സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടിട്ടാണ് ഈ ബ്യൂട്ടിഫുൾ കോണ്ടന്റ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കൊരു അവസരം കൊടുക്കണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. ഇത് കഴിയുമ്പോ ഒന്ന് കാണണം, ഒന്ന് കാണണം. യെസ്, പറയൂ ഇനി ആദ്യത്തെ ഭാര്യ പറയൂ, എന്താണ് നമ്മുടെ അലനിലുള്ള ഒരു പ്രശ്നം? ഇത് ആക്ച്വലി ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും എന്താ പറയുന്ന അത്ര ടെൻഷനൊന്നും അടിക്കണ്ടെന്നാണ് അവസാനത്തെ ഭാര്യ പറയുന്നത്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും പറയുന്നില്ല. ആദ്യം ഓർമ്മ വന്ന കാര്യം പറഞ്ഞു. ഇവനെ എനിക്ക് കുറച്ച് അധികം അറിയുന്നത് കൊണ്ട് ഇതില് നമുക്ക് റീൽ ചെയ്യുമ്പോഴുള്ള നെഗറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം എനിക്ക് ഇവന്റെ നെഗറ്റീവ്സ് വേറെ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ചെയ്തു പോകും. പിന്നെ ഞങ്ങളിപ്പോ ഒരു റീൽ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരേ ഒരു വൈബിലായിരിക്കും പോകുന്നുണ്ടാവും. അപ്പൊ രണ്ടുപേർക്കും ഒരേ ഫ്ലോസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിനകത്ത് നെഗറ്റീവ്സ് എനിക്ക് വേറെ കുറെ അറിയാം. പറയാൻ പറ്റാത്ത നെഗറ്റീവ്സ്. ഈ ഇന്റർവ്യൂവോട് കൂടി കുറച്ച് ഗേൾ ഫ്രണ്ട്സ് ഫാൻസ് കൂടുതൽ വരുമെന്ന് വിചാരിച്ചതായിരുന്നു, തേഞ്ഞു. എനിക്ക് തോന്നുന്നില്ല. ഇനി 4ാമത്തെ 5ാമത്തെ ഒക്കെ ഭാര്യമാരെ ക്യൂവിൽ ഇപ്പൊ തന്നെ ഉണ്ടാവും. ഇവര് പ്ലാൻ ചെയ്താണെന്ന് സംശയമുണ്ട്. കൂട്ടം ചേർന്നുള്ള ആക്രമണമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പറവളെ, എന്താണ് നമ്മുടെ ജിത്തുവിൽ നീ കാണുന്നത്? എനിക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ളൊന്നും അങ്ങനെ ടെൻഷനാണ് ആക്ക്. ഇത് ആൾക്കാർക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ടെൻഷനാണ് ആക്ക്. കണക്ട് ചെയ്യണം ആൾക്കാർക്ക്. വീഡിയോ എടുക്കുമ്പോ ഇത് കേറുവോ, അല്ലെങ്കിൽ ഇത് ആൾക്കാർ കാണുവോ, അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് വരുവോ, അങ്ങനത്തെ ഒരു ടെൻഷനാണ്. ഇട്ട് കഴിഞ്ഞിട്ട് അത് കേറുന്ന വരെ ആ ഒരു ടെൻഷനാണ്. അല്ലാതെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയില് കേറിയിട്ട് 100 ആയിട്ടുള്ളൂ 200 ആയിട്ടുള്ളൂ ഇങ്ങനെ സ്റ്റോറി ഒക്കെ ഒരു ദിവസം എത്ര തവണ നോക്കും? നോക്കി പോകും. ഇവനെ വിളിച്ച് ഉറപ്പുവരുത്തും, നമ്മൾ ഷെയർ ആക്കിയിട്ടില്ലേ, ഇതാക്കിയിട്ടില്ലേ, അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചു. ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ, അതുകൊണ്ട് മാത്രം. ഈ മലപ്പുറത്തുനിന്ന് അല്ലെങ്കിൽ കാലിക്കട്ടെന്ന് കണ്ണൂരിൽ നിന്നുള്ള അവരുടെ ഭാഷ കേൾക്കാൻ തന്നെ ഒരു രസമുള്ളതാണ്. അത് ആളുകളിലേക്ക് എത്തുമ്പോൾ ചില വാക്കുകളൊക്കെ ഇപ്പൊ ബേഗി 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 ബൂം ബൂം, ആ പാട്ടൊക്കെ ഇത്രയും ഹിറ്റ് ആവാൻ കാരണം അത് ആ സ്ലാങ്ങിൽ ഇറങ്ങിയത് കൊണ്ടിട്ടാണ്. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം അത് വേണ്ട എന്ന് വെച്ചത് എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ള ഒരു ഇതിലേക്കാണ്. ഞങ്ങൾക്ക് ആർക്കും മലപ്പുറം ഭാഷ ഇല്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുടെ എല്ലാ ജില്ലക്കാരും മലപ്പുറത്തെ ഭാഷ. നിങ്ങളുടെ സ്വന്തം ഭാഷ നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പൊ എവിടെ പോവാന്നൊക്കെ ചോദിച്ചു കൊടുക്ക. അത് അങ്ങനെ മലപ്പുറം എല്ലായിടത്തും അല്ല. ഇപ്പൊ മലപ്പുറം ചില അനക്ക് സുഖല്ലേ, ഇതോട് പിന്നെ ചോദിക്കാൻ പോണ് ഇവരോട് പിടിക്കാം. ഭക്ഷണം കഴിച്ചു ചോറിച്ചാ വേറെന്തോ പറഞ്ഞല്ലോ. അതായത് മുസ്ലിംസിന്റെ ഇടയിൽ അവര് അങ്ങനെ പറയും, ചോറ് മയാ പുയ അങ്ങനത്തെ. ഞാൻ പറയാറുണ്ട് മയാ പുയാന്നൊക്കെ, അങ്ങനെ ഒരു ഇതില് പറയുന്നല്ല. പക്ഷെ അത് വന്നു പോകും നോർമലി, അങ്ങനെ വന്നു. പക്ഷെ മൊത്തത്തിൽ ഓൺ ദ റോഡ്സ് അടിപൊളിയാണ് അല്ലേ? നിങ്ങൾ ഏത് രീതിയിൽ വീഡിയോ ചെയ്താലും കാണുന്നവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാവുന്നുണ്ട്. നിങ്ങളെ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ കുട്ടിയല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഇപ്പോ, അതായത് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ വളർന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീഡിയോസ് എല്ലാം മില്യൺ ട്രില്യൺ വ്യൂസ് അടിക്കട്ടെ. ഒപ്പം തന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ചാനലും നിങ്ങളുടെ പേര് ലൈക്ക് ബിഗ് സ്ക്രീനിൽ എല്ലാവരുടെയും വരട്ടെ എന്ന്
അതിയായിട്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. ബിക്കോസ് അലനൊക്കെ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്ന വ്യക്തിയാണ്. അപ്പൊ അലന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ഭാര്യമാർക്കും, ഇനി വരാൻ പോകുന്ന ഭാര്യമാർക്കും, അലന്റെ സ്വന്തം പത്നിയായി വരാൻ പോകുന്ന കുട്ടിക്കും എവിടെ ഇരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എന്നാലും എല്ലാവർക്കും ആശംസകൾ. ആൻഡ് താങ്ക് യു സോ വെരി മച്ച് ഗൈസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Thank you. താങ്ക് യു.